Thank you, friends. Today, we're lucky to have the esteemed presence of our dear father, Thomas Kutika, spiritual mentor of our school. He is always a helping hand in all our activities. He is a man of simplicity and concern. He has been an inspiration to our students. With his loyal behavior, he has set an example on how to follow the path of Jesus Christ. It is my privilege today to extend a warm welcome to our dear father for the presidential address. ഏറ്റവും അറിയപ്പെട്ട ലക്ഷ്യവും അതുപോലെ തന്നെ ഈ സ്കൂളിന്റെ വലിയ സന്തോഷത്തിന് പങ്കുചേർന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ കൊല്ലത്തെ കുഞ്ഞുങ്ങളും
അവര് ഇന്ന് അവരുടെ മാതൃത്യാഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കാന്, അഭിനന്ദിക്കാന്, അനുമോദിക്കാനാണ് നമ്മളെല്ലാവരും ഒന്ന് ചേർന്നിരിക്കുക. ഭൗതിക ധന സാമ്പത്തിക സർഗാത്മക സ്ഥിതികളെ പുറത്തിറക്കുന്ന ഉദാത്തമായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ അവര് പങ്കുചേരുകയും അതുപോലെ തന്നെ വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു. അതുകൊണ്ട് വലിയ ശാഖാർത്ഥത്തോടുകൂടി ഇന്ന് ഈ അമ്മയുടെ വെളിപ്പത്തിലേക്ക് ഇവരെ വന്നു ചേർന്നിരിക്കുകയാണ്. വളരെ നന്ദി ഹൃദയത്തോടുകൂടി ഇവര് ഇവിടെ ആയിരിക്കണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ കരങ്ങൾക്ക് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മളായിരിക്കുന്ന അവസ്ഥകളെല്ലാം ദൈവത്തിൽ നിന്നുള്ള ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്ക് നല്ല മാതാപിതാക്കളെ നമുക്ക് ലഭിച്ചു, അതുപോലെ തന്നെ നല്ല സ്കൂൾ നമുക്ക് ലഭിച്ചു, അതുപോലെ തന്നെ നല്ല പാഠ്യ പദ്ധതി നമുക്ക് ലഭിച്ചു. നമുക്കറിയാം, ഭാരതത്തില് 140 കോടിയിലേറെ ജനസംഖ്യയുള്ള ഈ ഭാരതത്തില് ഏകദേശം 1-2% കുട്ടികൾക്ക് മാത്രമാണ് ഇതുപോലെ നല്ല വിദ്യാഭ്യാസം നൽകുന്ന ക്രെഡിബിലിറ്റിയുള്ള ഓർഗനൈസിനുള്ള വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളില് പഠിക്കാൻ സാധിക്കുന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് 1% താഴെയുള്ള കുഞ്ഞുങ്ങളാണ് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അവര് വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കരങ്ങളുടെ മുമ്പിൽ നന്ദിയോടെ എതിർക്കാൻ ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കനോട് അദ്ദേഹം പ്രസിഡന്റായി, നമുക്കറിയാം, ചരിത്രം അറിയാം. പ്രസിഡന്റായി ഉന്നതനായിരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി, ആരോടാണ് കടപ്പാടുള്ളത്? അബ്രഹാം ലിങ്കന് വളരെ ഹൃദയത്തിന്റെ ഭാഷയില് അയാളോട് പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നോ, എനിക്ക് എന്തിനാണ് എന്നിനുള്ളതോ അതെന്റെ അമ്മയാണ്. കൂടെ ജീവിക്കുന്ന, പ്രോത്സാഹിപ്പിച്ച ഒരമ്മയെ കുറിച്ചല്ല അബ്രഹാം ലിങ്കൻ പറഞ്ഞു വെച്ചത്. തന്റെ 9-ാം വയസ്സിൽ മരണമടഞ്ഞ അമ്മയെ കുറിച്ചാണ്, ആ ഓർമ്മയാണ് അബ്രഹാം ലിങ്കൻ പറഞ്ഞു വെച്ചത്. 1600 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട തിരുവള്ളൂരിന്റെ തിരുക്കുറൾ നമുക്കറിയാം. നിങ്ങൾ വായിക്കുകയും അതുപോലെ തന്നെ ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് തിരുക്കുറൾ. തിരുവള്ളൂരിനുള്ള ശിഷ്യന്മാരെ ചോദിക്കുകയാണ്, ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ ഹൃദയത്തിന് ഏറ്റവും ആനന്ദം നൽകുന്ന ഈ ലോകത്തിലെ അവസ്ഥയെ കുറിച്ച് ഞങ്ങളോട് പറയുക. തിരുവള്ളൂര് അത് ശിഷ്യന്മാരോട് പറയുകയാണ്, 2 കാര്യങ്ങളാണ് പറയുക. അതുമായി തിരുവള്ളൂര് പറഞ്ഞു വെച്ചത്, അത് അമ്മയുടെ ഹൃദയമാണ്. ഒരു കുഞ്ഞിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ വളർച്ച കണ്ട് മറ്റുള്ളവർ ആ കുഞ്ഞിനെ ബഹുമാനിക്കുമ്പോൾ, ആ കുഞ്ഞ് ഇത് ആരുടെ അമ്മയാണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കുഞ്ഞിന് നൈസർഗമായി വിളങ്ങുന്ന ഗുണഗണങ്ങളെ മറ്റുള്ളവരെ കണ്ടതിന് ശേഷം ആ കുഞ്ഞിനെ വിലയിരുത്തുമ്പോൾ, അമ്മയുടെ ശരീരാർത്ഥം, ആ ഹൃദയത്തിന്റെ അവസ്ഥയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദത്തിന്റെ അവസ്ഥ. അവിടെ അവരുടെ ധർമാനുഷ്ഠങ്ങൾ മറന്നു, ഉറങ്ങാതിരുന്ന കുഞ്ഞിന് വേണ്ടി ചിലവഴിച്ച സമയങ്ങള്, ഉറങ്ങാതിരുന്ന സമയങ്ങള്, വേദനയുടെ സമയങ്ങള്, രോഗത്തിന്റെ വേദനയെല്ലാം മറഞ്ഞു പോകുന്ന ഒരു നല്ലൊരു സമയമാണ്. ഒരു കുഞ്ഞിനെ കുറിച്ച് മറ്റുള്ളവരെ ഇവന്റെ കുട്ടിയാണ്, ഇവന്റെ കുഞ്ഞാണ്, നല്ലൊരു കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലുണ്ടാകുന്ന അവസ്ഥ.
രണ്ടാമതായിട്ട് തിരുവള്ളൂര് പറഞ്ഞു വെച്ചത് അത് അധ്യാപകരുടെ ഹൃദയത്തെ കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും വിദ്യാഭ്യാസ നിലവിലാണ്. നമ്മുടെ ആത്മമാത്രം, നമ്മുടെ മാതൃവിദ്യാലയത്തിലേക്ക് നമ്മൾ പലപ്പോഴും പിന്തിരിഞ്ഞ് നോക്കാറുണ്ട്, പറഞ്ഞു ചെല്ലാറുണ്ട്. അവിടെ നമ്മുടെ ഓരോ കുഞ്ഞിനെ കുറിച്ച് അധ്യാപകര് വളരെ അഭിമാനത്തോടുകൂടി ആദരവോടുകൂടി സംസാരിക്കാൻ ഇടയാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി പിന്നെ സ്കൂളിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ, ആ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത് എന്ന് കുഞ്ഞുങ്ങൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ആ അധ്യാപക ഹൃദയത്തിലുണ്ടാകുന്ന ആ വലിയ ഒരു അനുഭവമാണ്, അനുഭൂതിയാണ് ഈ ലോക ജീവിതത്തിന്റെ രണ്ടാമതായിട്ട് തന്നെ തിരുവള്ളൂര് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും വലിയ ഹൃദയത്തിന്റെ അവസ്ഥ. നമ്മൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ വളരെ ക്രെഡിബിലിറ്റിയും വളരെ ഓതന്റിസിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ബോധം പെട്ടെന്ന് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഉടനെയെങ്കിൽ പോലും ഭാവിയിൽ അവര് ജീവിച്ചു പോരുന്ന ശൈലികൾ, അല്ലെങ്കിൽ അവര് മറ്റ് സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ അവര് വളരെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു ശൈലിയിലേക്ക് ജീവിത ബന്ധാവിലൂടെ കടന്നു പോകുമ്പോൾ അത് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്, നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടുകൂടി നമുക്ക് ഇപ്പോഴും നമ്മുടെ സ്കൂളിനെ അനുസ്മരിക്കാൻ ഓർക്കാൻ സാധിക്കണം. ചിലപ്പോൾ നല്ല ഓർമ്മകൾ ചിലർക്ക് ഇല്ലെങ്കിൽ പോലും, മധുരിക്കുന്ന ഓർമ്മകൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതം തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാവിയിൽ വലിയ മുതൽക്കൂട്ടങ്ങളായി മാറി നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന്റെ വലിയ അനുഗ്രഹത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹം സ്വീകരിച്ചവരാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു, അനേകം കോടി ജനങ്ങള്, കുട്ടികള് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കാതെ ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ദൈവത്തിന്റെ മുമ്പിൽ. അതുകൊണ്ട് തന്നെ നമ്മള് നന്ദിയോടെ, നല്ലൊരു ഹൃദയത്തോടെ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ലാഭത്തിന് വേണ്ടി സ്കൂൾ നടത്തുന്നവരാണെന്ന് നിങ്ങൾ ധരിക്കരുത്. വലിയ സാമ്പത്തിക മേന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെന്ന് ധരിക്കരുത്. എത്രയോ കുഞ്ഞുങ്ങളാണ് ഇവിടെ നിന്ന് പഠിച്ചു പോവുക. സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകാൻ നീ സ്ഥാപനം ആയിരിക്കുന്ന സൗമനസ്യം, വലിയ നന്മ പലപ്പോഴും ആരും ഒരിടത്ത് വിളിച്ചു പറയാനില്ല. നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന്, ഈ അംഗത്തിൽ നിന്ന്, മാതൃവിദ്യാലയത്തിൽ നിന്ന് അനേകര് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം സ്വീകരിച്ച അനേകരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നൂതന വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാൻ ജീവിതം തന്നെ വെടിഞ്ഞ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം വലിയൊരു നല്ല പ്രവൃത്തിയായിട്ട്, ഉപപ്രവൃത്തിയായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം പേര് ചെയ്യുന്ന സന്യാസി സമൂഹം ഈ ദേശത്ത് പോലുമല്ല, അകലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് നമ്മുടെ നാടിന് വലിയ നന്മയായി തീരുന്ന ഒരു സന്യാസ സമൂഹത്തിന്റെ ഹോളി സ്പിരിറ്റ് സ്കൂള്, അത് വളരെ നന്മയോടുകൂടി നമ്മുടെ സമൂഹവും സമുദായവും സാഹചര്യങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും ഒക്കെ നോക്കിക്കാണുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുണ്ട്. ഇവിടെ പഠിച്ചവരും പഠിക്കുന്നവരുമൊക്കെ, അല്ലെ അവരുടെ പേരൻസുമൊക്കെ ചിലപ്പോഴൊക്കെ ഈ ഒരു യാഥാർത്ഥ്യം മറക്കാറുണ്ട്. നമ്മുടെ മനോഭാവങ്ങള് നമുക്ക് കുറച്ചും കൂടി മനോഹരമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു മുൻപോട്ട് പോകും, ഉപരിപഠനത്തിനായിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ ഭഗവാൻ കൃഷ്ണന് അർജുനനോട് പറയുന്ന ഒരു ശൈലി സ്ഥിതപ്രജ്ഞനായിരിക്കുക എന്നുള്ളതാണ്. ബാലൻസ്ഡ് മെന്റാലിറ്റി. നമുക്കറിയാം, വലിയ വിജയം കരസ്ഥമാക്കുമ്പോൾ, വലിയ വിജയത്തിന്റെ ബന്ധാവിലെത്തി എന്ന് പറയുമ്പോൾ നമ്മൾ അഹംഭാവം മൂലം നമ്മളെ തന്നെ മതിമറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ബാലൻസ്ഡ് മെന്റാലിറ്റിയുള്ള ഒരു വ്യക്തിത്വം സ്വീകരിക്കേണ്ട ഒരു മതമാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നശിച്ചു പോയി എന്ന് നമ്മള് വിജയം നേടാൻ പറ്റാതെ നിൽക്കുമ്പോൾ, നിരാശയില് നമ്മൾ
പോയി എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കപ്പെട്ടു എന്നും നമ്മൾ ഒരിക്കലും ധരിച്ചുകൂടാ. ഒരു ബാലൻസ്ഡ് മെന്റാലിറ്റി, അതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. നമ്മൾ എന്തൊക്കെ നേടിയാലും അനുഭവം നേടിയാലും നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ ബാലൻസ് ചെയ്യുന്ന നമുക്ക് സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അവസ്ഥകളെയൊക്കെ ബാലൻസാക്കി നിർത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസം ലഭിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ഈ ഐക്യമായ അല്ലെങ്കിൽ ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ പൈലറ്റിനോട്, കാര്യത്തിൽ പറഞ്ഞാൽ വിമാനം ഓടിക്കുന്ന പൈലറ്റില്ല, പന്തിയോസ് പിലാത്തോസിനോട് പറഞ്ഞു, ഉന്നതങ്ങളിലുള്ള അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് നൽകുന്ന വലിയ മെസ്സേജാണ്. നമുക്ക് ഒത്തിരി അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിച്ച അനുഗ്രഹം നമ്മുടെ പേരൻസ് വലിയ അനുഗ്രഹമാണ്, കുടുംബം വലിയ അനുഗ്രഹമാണ്, പഠിക്കുന്ന സ്കൂൾ വലിയ അനുഗ്രഹമാണ്, നമ്മുടെ അധ്യാപകര് അനുഗ്രഹമാണ്. ഉന്നതങ്ങളിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമ്മൾ ഈ അന്തരത്തിനായിരിക്കാനും ഈ അന്തരത്തെ കുറിച്ചുള്ള, ഈ മാതൃവിദ്യാലയത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും ഹൃദയത്തെ സൂക്ഷിക്കാനും ഈ അധ്യാപകരോടുള്ള ബന്ധങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തെ സൂക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹമുള്ളവരെ ഈ ഒരു മാതൃവിദ്യാലയത്തിലാണ് നമ്മൾ പഠിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നവരായിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു നന്ദി ഹൃദയം ഉണ്ടാകട്ടെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്. കമ്പോളങ്ങളുടെ വിവിധ കമ്പനികളുടെ തൊഴിൽ സേനയിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന വിദ്യാഭ്യാസ നയമാണ് നമ്മുടെ മാറുന്ന വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയാണ്. ഓരോ ദിവസവും ചെല്ലുമ്പോഴും വിദ്യാഭ്യാസ നയങ്ങൾ മാറുന്നുണ്ട്. അത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മറ്റ് സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളെ പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം, നമ്മൾ തൊഴിൽ സേനയിൽ അംഗമാകാനല്ല, കമ്പോള പുസ്തക കമ്പനികളുടെ അത് നമുക്ക് സംസ്കാര സമരനായിട്ട് മാറാൻ നമ്മൾ ജപിക്കുമ്പോൾ അബ്രഹാം ലിങ്കനെ കുറിച്ച് വലിയ അംബീഷനുള്ള മനുഷ്യൻ. അബ്രഹാം ലിങ്കൻ ഈ ലോകത്ത് ചെയ്തു വെച്ച വലിയൊരു കാര്യം നമുക്കറിയാം, അമേരിക്കയില് സ്ലേവറി നിർത്തലാക്കി വലിയ അംബീഷനായിരുന്നു. ആ സിറ്റിയില് നിരനിരയായി നിർത്തിയിരിക്കുന്ന അടിമകളെ കണ്ടപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ ഈ സ്ലേവറി സിസ്റ്റം, ഈ അടിമത്വം ഞാനിവിടെ നിർത്തുമെന്ന് മനസ്സിൽ കോറിയിട്ട വ്യക്തി പ്രസിഡന്റായ ശേഷം ആദ്യം എടുത്ത തീരുമാനമാണ് അത് നിർത്തലാക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇന്ന് ഈ വിദ്യാലയത്തിൽ പഠിച്ചവരുടെ പഠിക്കുന്നവര് നമ്മുടെ ഹൃദയത്തിനും കോറിയിടേണ്ട വലിയ അംബീഷൻ ഉണ്ട്. നമ്മുടെ ചുമ പുസ്തക കമ്പോളങ്ങളുടെ തൊഴിൽ സേനയിൽ അംഗങ്ങളാകാൻ വേണ്ടിയല്ല. നമ്മുടെ വിദ്യാഭ്യാസ നയം നമ്മളോട് എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മള് വേലക്കാരെ ജോലിക്കാരെ വളർത്തിരുന്നാലല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള സാമൂഹിക സംസ്കാരത്തിൽ മാറ്റം നൽകുന്ന കലാസാംസ്കാരിക എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ആഭിമുഖ്യമുള്ള നല്ലൊരു തലമുറ വളർത്തുന്നവരാണ് വാർത്തയെടുക്കാൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മെന്റാലിറ്റി നമുക്കുണ്ടാകും. അതിന് ദൈവത്തിന്റെ എല്ലാ പേരിലേക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Next, I invite Mr. Remy Sebastian, parents representative of Batch 2021, to felicitate the function. സ്നേഹ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ആൽഫി, ബഹുമാനപ്പെട്ട മാനേജർ, ബഹുമാനപ്പെട്ട വികാരീശൻ, അതുപോലെ ഇവിടെ വേദിയിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കുളത്തകൽ സെബാസ്റ്റ്യൻ MLA, പ്രിയമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ആ കുഞ്ഞുങ്ങളെ ഒരുക്കിയ മാതാപിതാക്കന്മാരെ, ഒപ്പം ഈ വാർഡിന്റെ പ്രതിനിധി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട സജി സാറ്, ഈ സ്കൂളിനെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു അവസരം, ഒരു കൊച്ചു ചടങ്ങ്. ഈ സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിൽ എല്ലാ വർഷവും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാതാപിതാക്കന്മാരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുക. ഒപ്പം തന്നെ ഞാനൊരു സാമൂഹിക ശാസ്ത്ര അധ്യാപകൻ കൂടിയാണ്. ആദ്യമായാണ്
ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ വേദിയിലേക്ക് ഇങ്ങനെ ഒരു മൈക്ക് പിടിച്ച് നിൽക്കുക. 2.5 വയസ്സായപ്പോൾ എൻ്റെ കുട്ടി ഇവിടെ പ്ലേ സ്കൂളിൽ എത്തിയതാണ്. ഏറെ ആത്മബന്ധം ഈ സ്കൂളുമായിട്ടുണ്ട്. എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ എത്താറുണ്ടായിരുന്നു. വളരെ നിറഞ്ഞു കവിഞ്ഞ ആനിവേഴ്സറി. മറ്റ് ഏതൊരു വിദ്യാലയത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും മാതാപിതാക്കന്മാരും ഈ അല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്തെ ഒട്ടുമിക്ക പ്രമുഖ വ്യക്തിത്വങ്ങളും ഒത്തുചേർന്ന് എല്ലാ കുട്ടികൾക്കും അവസരം നൽകുന്ന ഒരു വിദ്യാലയമായിട്ടാണ്. പലപ്പോഴും സാധാരണഗതിയിൽ ഒരു ക്ലാസ് മുറിയിൽ സംഭവിക്കുക ഏറെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികൾ, അതായത് ആദ്യം അവൻ മുൻബെഞ്ചിലായിരിക്കും, പിന്നീട് അവൻ രണ്ടാമത്തെ ബെഞ്ചിലേക്ക് പോകും, അവസാനം ഏറ്റവും പുറകിലെ ബെഞ്ചിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ ആൾക്കാർ ഇന്നും സമൂഹത്തിലുണ്ട്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു കുട്ടിയെ നാം കാണുന്ന രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു. കാരണം ഇതൊക്കെ മുൻപേ പറഞ്ഞുപോയവർ, പ്രത്യേകിച്ചും MLA ബഹുമാനപ്പെട്ട വികാരീശനുമൊക്കെ പറഞ്ഞുപോയ ആശയത്തിന്റെ തുടർച്ചയാണ്. ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഓരോ കുട്ടിയും ഏറെ റിസൾട്ടൊക്കെ വന്നപ്പോൾ മാതാപിതാക്കന്മാർക്ക് ഉൾപ്പെടെ ഏറെ ആശങ്കകളുണ്ട്. മിടുമിടുക്കനായിട്ട് പഠിച്ചു വന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. ഇതൊക്കെ ജനപ്രതിനിധികൾ ഇരിക്കുമ്പോൾ പറയേണ്ട ആശയങ്ങളാണ്. എങ്കിലും മാതാപിതാക്കന്മാരുണ്ട്. ഇതാണ് സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടാണ്. സ്കൂൾ മാനേജ്മെന്റിലും ആ പ്രതിസന്ധി ഉണ്ടായി. മികവുള്ള കുട്ടികളെ വാർത്തെടുത്തപ്പോൾ അവര് അഡ്മിഷനായിട്ട് നെട്ടോട്ടം ഓടുന്നു എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടായി. കൊച്ചു കൂട്ടുകാരെ, പ്രത്യേകിച്ചും ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്നവർക്കറിയാം, അവരിപ്പോഴൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവരൊരിക്കലും പിന്നോക്കക്കാരല്ല. ഈ സ്കൂളിലെ അറിവും അധ്യാപകരുടെ പിന്തുണയും ആ ജ്ഞാനത്തിന്റെ പങ്കുവയ്ക്കലും ഒക്കെ നിങ്ങൾക്ക് അവിടെയും മികവ് നൽകും. ചിലരൊക്കെ എന്റെ ക്ലാസ് മുറികളിലും ഇരുന്നു പോയവരുണ്ട്. അവരെയൊക്കെ എനിക്ക് എന്റെ മനസ്സിലും കൺമുമ്പിലുമുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വിദ്യാലയം ഒരു പ്രചോദനമാണ്. അവരുടെ ഓർമ്മകളിൽ എന്നും ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ ഓരോ അധ്യാപകരെയും അതിന് നേതൃത്വം നൽകിയവരെയും ബാല്യത്തിൽ മുതലേ അവരിവിടെ എത്തിയവരാണ്. ആ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇതിന് പിന്നില് വരും തലമുറ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനിയും കടന്നു പോകാനുള്ളവർക്ക് ഈ മെറിറ്റ് ഒരു വലിയ ആവേശവും കൂടിയാണ്. അവർക്കൊരു പ്രചോദനമാണ്. നമുക്ക് മുമ്പേ പോയവർ മികവ് തെളിയിച്ചു, അത് നമുക്കും പ്രചോദനമാവണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓർക്കുക, ജീവിതം ഒരു സമരമാണ്. ഈ സമരം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സമീപകാലത്ത് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചൊക്കെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ വാഗ്മയ ചിത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. ആ ടീച്ചറും സമരം കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. പാഠപുസ്തകത്തിൽ അതിനെ കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങളെല്ലാം എഴുതി. അത് കുറച്ച് ഫോട്ടോ ഒക്കെ ചിലപ്പോൾ കണ്ടിട്ടാണ് ഗാന്ധിയുടെയും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളുടെ ടീച്ചറും നിങ്ങളുടെ മുമ്പിൽ വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് ത്രസിപ്പിക്കുന്ന രീതിയിൽ കേട്ടിരിക്കും, അത് മുഴുവൻ കാണാതെ പഠിച്ച് നമ്മൾ അത് എഴുതി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സമരം എന്ന ഒരു ആശയം കടന്നു വന്ന് കാണും. സമീപകാലത്ത് 378 ദിവസം നീണ്ടു നിന്ന ഒരു സമരം, കർഷകർ 715ഓളം രക്തസാക്ഷികൾ ഉണ്ടായ ഒരു സമരം. ഈ സമരത്തെ നമ്മൾ കണ്ടു, ഒരു മഹാവിജയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. കർഷകര്, ഇന്ത്യയുടെ 2/3 ഭാഗവും കർഷകരായിരുന്നു. ആ കർഷകര് നിലനിൽപ്പിന് വേണ്ടി നടത്തിയ ഒരു സമരം. ഞാനും നിങ്ങളോട് പറയുന്നത്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ നമ്മളിങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുക. ഈ അവസരത്തിൽ പലതും നഷ്ടപ്പെട്ടേക്കാം. 715 ജീവനുകൾ നഷ്ടപ്പെട്ടു ആ സമരത്തിൽ, ചെറിയൊരു സമരം. അപ്പൊ നമുക്ക് ജീവൻ തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നത്, നിങ്ങളിൽ നിന്നും ആർക്കും തട്ടിയെടുക്കാൻ പറ്റാതിരിക്കുന്നത് അറിവ് മാത്രമാണ്. സ്വത്തും സമ്പത്തും മറ്റുള്ളവയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും ജീവിതത്തിൽ ഉദിച്ചുയർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് ശരിയായ അറിവാണ്. ആ അറിവാണ് ഈ കലാലയത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അതിനെ മുറുകെ പിടിക്കുകയും അതിന് നൂതനത്വം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്നോവേഷൻസ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കും. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാരാണ്, ഇന്നോവേഷൻസ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നൂതനത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല, ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല.
തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. ഈ ജീവിത സമരത്തിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ പിന്തുണയുണ്ടാവും തീർച്ചയായിട്ടും. നമുക്കറിയാം 2020 ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മളിനി അനുഭവിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുകയും മെച്ചപ്പെടുകയും കൂടുതൽ മെച്ചമായ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ കാലഘട്ടത്തിൽ പോലും വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും കേരളത്തെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും വിദ്യാലയങ്ങളിൽ എത്തുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമൂഹത്തിലെ ചർച്ചകൾ ഉണ്ടാവണം. പലതരത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട് എങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ശരിയായ അറിവ്. ആ ബോധ്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ആശംസകളോടെ നിർത്തട്ടെ. Thank you, sir. Now I invite Mr. Saji Kadarkattan, Ward Member of Punya Gram Panchayat, for the felicitation. ഈ മെത്തയുടെ അധ്യക്ഷത വഹിച്ച മാനേജരും അൽഫോൻസ ചർച്ചിന്റെ വികാരിയായിരുന്ന ഫാദർ തോമസ് കുറ്റിക്കാടച്ചൻ, ഈ മെത്തയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പരിഗണനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാർ, ഇവിടെ സന്നിഹിതരായിരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയ മെമ്പർ കുമാരി അനുപമ പിയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ അക്ഷയ് ഹരി, നമ്മുടെ സ്കൂളിന്റെ മാനേജർ സർ മേരി ഫിലോമിന, പ്രിൻസിപ്പൽ സിസ്റ്റർ ആബി, മറ്റിവിടെ സന്നിഹിതരായിരുന്ന ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളും ഉന്നത വിജയം മാത്രം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂൾ എന്ന ഈ വിദ്യാലയം എന്റെ വാർഡിൽ ഉൾപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇന്ന് ഈ മെത്ത എന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിലും ഇവിടുത്തെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇവിടെ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ഈ മാനേജ്മെന്റ് ആദരിച്ചപ്പോഴും MLA പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകി അവരെ ആദരിച്ചപ്പോഴും ആ കുട്ടികൾക്ക് അവരുടെ തുടർന്നുള്ള പഠനത്തിനും പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ഉത്തേജനം നൽകുകയാണ്. അതോടൊപ്പം എനിക്ക് ഈ തുടർന്ന് ഈ ക്ലാസ്സിൽ വരുന്ന അടുത്ത തലമുറയ്ക്ക് അവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഇങ്ങനത്തെ ഈ ചടങ്ങുകളും ഈ പ്രതിഭാ പുരസ്കാരങ്ങൾ നൽകുന്നതൊക്കെ. ഇവിടെ ഈ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ 100% വിജയിക്കുകയാണ്. അതുപോലെ തന്നെ പഠനത്തിൽ മാത്രമല്ല, ഈ സ്കൂളിൽ ബാക്കി എല്ലാ പ്രവർത്തനവും ഇവിടുത്തെ വിദ്യാർത്ഥികൾ നല്ല ഉന്നത മേഖലകളിലാണ് എത്തുന്നത്. എനിക്കൊന്ന് ഈ കുട്ടികളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പഠിച്ച് വളരെ നല്ല നിലയിൽ നല്ല നല്ല ജോലികൾ കിട്ടി വലിയ നിലയിലാവുമ്പോഴും ഈ നാടിനെ മറക്കരുത്. ഇവിടുത്തെ നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരായി, ഇവിടുത്തെ ബാക്കി സമൂഹത്തിന് കടപ്പാടുള്ളവരായി മാറണം എന്ന് മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളൂ. ഈ സ്കൂളിനെ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇവിടുത്തെ അധ്യാപകരെയും അനധ്യാപകരെയും വളരെയധികം അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. While writing the Nati Shastra, our ancient scholar Bharat Muni might not have thought that Rasa and Bhava of his writing will last for millennia. Our next performance is a tiny step to continue his legacy. Let's welcome Kumari Abhirami AB to the stage.
वयोनिधि निकेतन चक्रपाणे भोगीन्द्र भोगी मणिराजित पुण्यमूर्ते योगीश शाश्वत शरण्य भवाब्दि पोता लक्ष्मी नृसिंह भवदे करावलम्बम् लक्ष्मी नृसिंह भवदे सिंहाय उग्रसिंहाय तीक्ष्णनखदिव्यसिंहाय उग्राय वीराय वज्रदंश्राय ज्वालामालिने ज्वलन्मुखाय ॐ नारसिंहाय उग्रसिंहाय तीक्ष्णनखदिव्यसिंहाय उग्राय वीराय वज्रदंश्राय ज्वालामालिने ज्वलन्मुखाय महाज्वालाय भैरवाडम्बर विश्वम्भराय घोर विक्रम दैत्यदानवाभञ्जन क्रूर हिरण्यकशिपु ध्वंसकाय महादंष्टायुध महाज्वालाय भैरवाडम्बरा विश्वम्भराय घोर विक्रम दैत्यदानवाभञ्जन क्रूर हिरण्यकशिपु ध्वंसकाय आनन्दनं दतितनं दलितकिटतं ओदिम्मिदिम्मितकिटतं तं ततं तं आनन्दनं दलितनं दलितकिटतं ओदिम्मिदिम्मितकिटतं तं ततं तं दलितकिटदण्डतकिटचुनुतकिटतिम्मितकिटततिङ्गिणतं ततिङ्गिणतं ततिङ्गिणतं दलितकिटदण्डतकिटचुनुतकिटतिम्मितकिटततिङ्गिणतं ततिङ्गिणतं ततिङ्गिणतं अघोराय विजयनारसिंहाय सच्चिदानन्द योगानृसिंहाय प्रह्लादपालक श्रीनारसिंह वेद्याय वेदसे पुरुषोत्तमाय रघुराय विजयनारसिंहाय सच्चिदानन्द योगानृसिंहाय प्रह्लादपालक श्रीनारसिंह वेद्याय वेदसे पुरुषोत्तमाय चुनु
लक्ष्मी नृसिंह भक्त परिपालक शरणागत वत्सल शान्तरूप 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 नरसिंह नमस्ते नमस्ते ॐ नरसिंह नमस्ते नमस्ते नरसिंह नमस्ते नमस्ते नरसिंह नमस्ते नमस्ते नरसिंह नमस्ते Thank you, Adhirani. Now I invite Kumari Krishna Priya, student representative of Batch 2021 for the felicitation. It's my privilege to propose a vote of thanks and acknowledge the contribution of those who worked really hard to make this event possible. I take this opportunity to thank the guests for attending this function in their busy schedule and sharing insights and wisdom with all of us. We will cultivate the advice you gave us in real life. I also thank the dignitaries on and off stage, not only for participating, but also for guiding us for a better life every day. Thank you, teachers. Now, I thank our principal, Sister Alfie, and all the others who worked hard for making this day possible. Last but not the least, I thank my fellow friends for enthusiastically stepping up and participating in this event. Without all of you, our merit day would not be a success. I thereby sincerely thank each and everyone wholeheartedly for glorifying this event with your gracious presence. Thank you, everyone. Romeo, Romeo, kalke Romeo, bhole shakl wale sare ke sare bade piya.
Thank you, Michelle. Fusion dance is a type of contemporary partner dance that combines different dance styles to create a new aesthetic. It is typically an improvised, lead-follow approach to dancing that does not conform to any particular dance trend. Here comes a fusion dance by our friends. Thank you, friends. Our institution has witnessed a lot of changes in the past 2 years, and the credit for this goes to Illustrious Principal, Reverend Sister Alfie HSS. Dear sister, I request you to present the word of thanks. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനും സമ്മാന ദാതാവുമായിരുന്ന അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA, നമ്മുടെ പ്രോഗ്രാമിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് കുറ്റിക്കാട്ടിലച്ചൻ, മറ്റ് ബഹുമാന്യരായ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രത്യേകമായും 2020-21 ബാച്ചിൽ ഔട്ടായ കളർഫുൾ റിസൾട്ടോടുകൂടി പാസ് ഔട്ടായ പ്രിയ കുട്ടികളെ, അവരുടെ മാതാപിതാക്കളെ, സ്നേഹമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, നല്ല ഒരു റിസൾട്ട് ഈ സ്ഥാപനത്തിന് കൊണ്ടുവന്ന് 12 വർഷക്കാലം ഈ സ്ഥാപനത്തിൽ പഠിച്ച് നന്മയിലും വിശുദ്ധിയിലും നല്ല സ്വഭാവത്തിലും വളർന്ന 19 സ്റ്റുഡൻസാണ് നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞ വർഷക്കാലം പാസ് ഔട്ടായത്. നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഓർക്കുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. സ്നേഹവും
അധ്യാപകരോടും മാനേജ്മെന്റിനോടും ബഹുമാനവും നിറഞ്ഞ നല്ല കുഞ്ഞുങ്ങളായിരുന്നു നിങ്ങൾ. എപ്പോഴും ഈ സ്കൂളിൻ്റെ ക്യാമ്പസുകൾ എപ്പോഴും നിങ്ങളുടെ അഭാവം വിളിച്ചോതിക്കൊണ്ടിരിക്കുകയാണ്. എംടി ആയ ക്ലാസ് റൂമുകളും കളി ചിരി ഇല്ലാത്ത സ്കൂൾ ഗ്രൗണ്ടുകളും ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്ത നമ്മുടെ സ്റ്റേജുമെല്ലാം നിങ്ങളുടെ ശൂന്യതയാണ് എപ്പോഴും വിളിച്ചു പറയുന്നത്. എന്നുള്ള അവസരത്തിൽ ഈ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം നൽകിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വളരെ വിശ്വസ്തതാപൂർവം സ്നേഹപൂർവ്വം നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഇവിടെ ഏൽപ്പിച്ചതിനും അവരെ നീണ്ട വർഷക്കാലം ഈ സ്ഥാപനത്തിൽ വിദ്യാഭ്യസിപ്പിക്കുവാൻ നിങ്ങൾ ഏൽപ്പിച്ചതിനുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി നിങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നു. സ്നേഹപൂർവ്വം ഈ കാലഘട്ടങ്ങളിലെല്ലാം സ്നേഹപൂർവ്വം ഈ സ്കൂളിനോട് ഈ മാതാപിതാക്കൾ ഏറ്റവും സഹകരിച്ചു നിന്നു. ഏത് കാര്യത്തിലും എല്ലായ്പ്പോഴും സ്കൂളിലേക്ക് കടന്നു വരികയും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടുകയും ചെയ്ത നല്ല മാതാപിതാക്കളാണ് നിങ്ങൾക്കുള്ളത്. ഇനി നിങ്ങൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാക്കണം. നിങ്ങളെ സ്വപ്നം കണ്ടാണ് അവർ ഉറങ്ങുന്നതും ഉണരുന്നതും. നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ നിങ്ങൾ സ്നേഹമുള്ള നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വന്ന് നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും എല്ലാറ്റിനും ഉപരി നിങ്ങൾ വളർന്നു വന്ന ഈ സ്ഥാപനങ്ങൾക്കും ഈ സ്ഥാപനത്തിനും ഒരു സ്വപ്നമായിട്ട് നിങ്ങൾ മാറണം. ഒരുപക്ഷെ നിങ്ങളുടെ പഠന കാലയളവിൽ ഒരുപാട് വേദനാപരമായ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. നിങ്ങളെ വഴക്ക് പറഞ്ഞ അവസരങ്ങളും ശാസിച്ച ഓരോ അനുഭവങ്ങളും ശിക്ഷണം ലഭിച്ച അവസരങ്ങളുമൊക്കെ നിങ്ങൾക്ക് ആ നാളിൽ അത് വേദനയായി തോന്നിയെങ്കിലും പിന്നീട് നിങ്ങളുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും നിങ്ങൾക്കത് ഒരു അനുഭവ സമ്പത്തായും ഒരു മുതൽക്കൂട്ടായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. നിങ്ങൾക്ക് ലഭിച്ച ദുഃഖകരമായ അനുഭവങ്ങളെല്ലാം ഈ സ്ഥാപനത്തിൽ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച നന്മയും വളർച്ചയും വിശാലതയും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുകൂട്ടി നിങ്ങൾ അവയെ കൂടെ കൂട്ടി ഉന്നതങ്ങളിലേക്ക് വളരാനായി നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല അവസരത്തിൽ ഈ പരിപാടിയിലേക്ക് വന്ന് ഇത് പങ്കെടുത്ത് ഇത്രയും സമയം സ്നേഹപൂർവ്വം ഇവിടെ ആയിരുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോടും അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടുമുള്ള പ്രത്യേകമായ ഈ സ്ഥാപനത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ തിരക്ക് പിടിച്ച സ്കെഡ്യൂളിനിടയിലാണ് ഇവിടെ വന്നത്. അദ്ദേഹം മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയാണ്. ഇവിടെ വന്ന് നമുക്ക് നല്ല സന്ദേശം നൽകി സമ്മാനദാനം നൽകി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ബഹുമാന്യനായ MLAയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെയും നന്ദിയോടെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ട അച്ഛനായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് കുറ്റിക്കാട്ട് അച്ഛനില്ലാത്ത ഒരു പ്രോഗ്രാമുകളും നമുക്കില്ല. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും ഏറ്റവും സന്തോഷത്തോടെ കടന്നു വരികയും ഇവിടെ ഈ സ്ഥാപനത്തെയും ഈ കുഞ്ഞുങ്ങളെയും എല്ലാം സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരു വികാരി അച്ഛനും സ്പിരിച്വൽ ഡയറക്ടറുമാണ് നമുക്കുള്ളത്. കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിങ്ങും മോറൽ സപ്പോർട്ടും മോറൽ ക്ലാസ്സുകളും കൗൺസിലിങ്ങും എല്ലാം കൊടുക്കുന്നത് അച്ഛൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. ഈ സ്ഥാപനത്തിനും ഇവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ എല്ലാ കരുതലും സപ്പോർട്ടും തരുന്ന സ്നേഹബഹുമാനപ്പെട്ട അച്ഛന് ഈ സമയം പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരെ നിങ്ങളെ ഈ കാലഘട്ടങ്ങളിലെല്ലാം പരിശീലിപ്പിച്ചു. LKG മുതൽ 10th വരെ നിങ്ങൾ പഠിച്ച 12 വർഷക്കാലം ധാരാളം പരിശീലനങ്ങൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവർ പകർന്നു തന്നു. അത് പഠന നിലവിൽ മാത്രമല്ല എല്ലാ തലത്തിലും കായിക രംഗങ്ങളിലും സ്വഭാവവൽക്കരണത്തിലും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അധ്യാപകരും ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ നിസ്വാർത്ഥമായ സേവനത്തിനും നല്ല മനോഭാവങ്ങൾക്കും അവർ നിങ്ങൾക്ക് നൽകിയ നല്ല മാതൃകാപരമായ ജീവിതത്തിനും എല്ലാം ഈ സമയം ഈ അധ്യാപകരെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പ്രോഗ്രാം ഏറ്റവും വിജയപ്രദമാക്കി തീർക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും നിർണായകമായ പങ്കുണ്ട്. ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും മുഖ്യ സംഘാടകയായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ സിസ്റ്റർ മേരി ഫിലോമിന ഇവിടെയുണ്ട്. സിസ്റ്റർ നിങ്ങൾക്ക് സ്വാഗതം ആശംസിച്ചു. ഈ പ്രോഗ്രാമിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്കായി സിസ്റ്റർ പ്രത്യേകം ക്രമീകരിച്ചു തന്നു. സിസ്റ്ററിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സിസ്റ്റർ റോസ്മേരിക്കും സിസ്റ്റർ ആനിക്കും
സിസ്റ്റർ ലിസായ്ക്കും സിസ്റ്റർ റൂബിക്കും അങ്ങനെ എല്ലാ സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് നമ്മൾ കാണാതെ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. ഈ നിങ്ങളുടെ കുഞ്ഞുകാലം മുതൽ അവരുടെ ഒരുപാട് സേവനങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ സേവനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി അവർ ക്രമീകരിച്ച എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ 9th-ലെയും 10th-ലെയും സ്റ്റുഡൻസ് ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ പ്രത്യേകമായ പഠനത്തിൻ്റെ തിരക്കിനിടയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും വാശിയോടെ പഠിക്കാനുള്ള ഒരു ഉണർവ് അവർക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കുകയുണ്ടായി. നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരാൻ സ്നേഹത്തിലും വിശുദ്ധിയിലും നന്മയിലും പഠന മികവിലും പാഠ്യേതര മികവിലും ഈടുറ്റ കുഞ്ഞുങ്ങളായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Our celebration has come to an end now. I thank you all on behalf of this institution for spending your valuable time here to encourage your young minds. Let us all stand for the national anthem.